ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസിൽ ഭ്രൂണം കണ്ടെത്തിയ സംഭവത്തിൽ സംസ്ഥാനത്തിന് പുറത്തേക്കും അന്വേഷണം. ഭ്രൂണം മലയാളിയുടേത് അല്ലെന്നാണ് പ്രാഥമിക നിഗമനം. അതേസമയം ട്രെയിനിന്റെ ശുചിമുറിയിലും രക്തം കണ്ടതായി ശുചീകരണ തൊഴിലാളികളുടെ മൊഴി. അസ്വാഭാവികത തോന്നാത്തതിനാൽ അവിടം വൃത്തിയാക്കിയെന്നാണ് പിന്നീട് മനസ്സിലാകുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജഹാൻ, ഏറെ ഞെട്ടിപ്പിച്ചൊരു വാർത്തയായിരുന്നു. കാരണം ട്രെയിനിൽ ഇത്തരത്തിലൊരു ഭ്രൂണം കണ്ടെത്തുന്നു എന്നത്. നേരത്തെ ഇത്തരത്തിൽ റെയിൽവേ തൊഴിലാളികളുടെ ഒക്കെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ആ മൊഴിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ലഭ്യമായിട്ടുണ്ടോ? ഇപ്പോൾ സംസ്ഥാനത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും ശ്രീനിധി, ഇപ്പോൾ ഈ ധൻബാദ് എക്സ്പ്രസിൽ കുട്ടിയുടെ ഭ്രൂണം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം അയൽ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കുകയാണ്. കാര്യം ഇത് പുറത്തുനിന്ന് വന്ന, അതായത് കേരളത്തിന് വെളിയിൽ നിന്ന് വന്ന സ്ത്രീയുടേതാവാം കുട്ടി എന്നുള്ള ഒരു സംശയത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആന്ധ്ര, തമിഴ്നാട് സ്വദേശികളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. അന്ന് ആ ട്രെയിനിലുണ്ടായിരുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരെയാണ് പ്രധാനമായിട്ടും ഇപ്പോൾ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. അവരുടെ സീറ്റ് നമ്പറുകളും മറ്റും പരിശോധിച്ചു വരികയാണ്. അതോടൊപ്പം തന്നെ ആലുവയ്ക്കും ആലപ്പുഴയിലും ഇടയിലുള്ള ആശുപത്രികളിലും വിശദമായിട്ടുള്ള പരിശോധന നടത്തി. പക്ഷെ കാര്യമായിട്ടൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല. ഇത് യാദൃച്ഛികമായി സംഭവിച്ചതാകാം എന്ന നിഗമനത്തിൽ തന്നെയാണ്. ബോധപൂർവം ചെയ്തതല്ല എന്നൊരു സംശയവും അല്ല എന്നുള്ളത് ഉറപ്പിലാണ് അന്വേഷണ സംഘം നിൽക്കുന്നത്. കാരണം ഇത്തരത്തിൽ ട്രെയിനിനുള്ളിൽ ഇത് ഉപേക്ഷിച്ച് പോകുക എന്ന് പറയുമ്പോൾ തന്നെ അത് സ്വാഭാവികമായി സംഭവിച്ചതാകാം. അതിൽ അസ്വാഭാവികതയൊന്നും ഇല്ല എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. എന്തായാലും അയൽ സംസ്ഥാനങ്ങളിലുള്ള യാത്രക്കാരെ, ട്രെയിനിലുണ്ടാകുന്ന യാത്രക്കാരെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ശരി ഷാജഹാൻ, ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസിൽ ഭ്രൂണം കണ്ടെത്തിയ സംഭവത്തിൽ സംസ്ഥാനത്തിന് പുറത്തേക്കും ഇപ്പോൾ അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. ഭ്രൂണം മലയാളിയുടേത് അല്ലെന്നാണ് പ്രാഥമിക നിഗമനം. അതേസമയം ട്രെയിനിന്റെ ശുചിമുറിയിലും രക്തം കണ്ടതായി ശുചീകരണ തൊഴിലാളികളുടെ മൊഴിയുണ്ട്. ശുചീകരണ തൊഴിലാളികളുടെ മൊഴി നേരത്തെയും രേഖപ്പെടുത്തിയിരുന്നു. ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്.